الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ സമാഗതമാവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ച് സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു സുന്നത്ത് കൂടിയാണ്, റസൂലിൻ്റെ ചര്യയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമല്ല, വാനലോകത്ത് അള്ളാഹു ഈ റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ഒരു വലിയ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു സംഘടിപ്പിക്കുന്നു, അള്ളാഹു മലക്കുകളോടൊന്നിച്ചത് കാണുന്നു, മുഅ്മിനീങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. നമ്മൾ മാനസികമായി ആ ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. ഇതിന്റെ ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുള്ള, നമ്മെപ്പോഴും കേൾക്കാറുള്ളത്, ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുള്ളത്, ഇദാ ജാഅ റമദാനു, റമദാൻ വന്നാൽ ഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം തുറക്കപ്പെടും. അതുപോലെ നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കപ്പെടും. വഉല്ലിഖത്ത് അബ്വാബുന്നാർ വസുഫിദത്തി ശയാത്തീൻ. മൂന്ന് വിഷയം: സ്വർഗം തുറക്കുന്നു, നരകം അടക്കുന്നു, പൈശാചിക ബന്ധനങ്ങൾ നടക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. എന്താണ് ഈ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലവിധ വ്യാഖ്യാനങ്ങൾ അതിലുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള എല്ലാവിധ അനുകൂലനങ്ങളും അല്ലാഹു തആല നൽകുന്നു എന്നതാണ്. അഥവാ സ്വർഗം തുറന്നു വെച്ചിട്ടുണ്ട് മുഅ്മിനീങ്ങളെ, ഇനി അതിലേക്ക് കയറാനുള്ള പണി നിങ്ങളാണ് എടുക്കേണ്ടത് എന്ന് പറയാനാണ് ഇത് പറയുന്നത്. അല്ലാതെ റമദാനിന്റെ ശ്രേഷ്ഠത പറയുന്ന ചില ഹദീസുകളെ തെറ്റായ രീതിയിൽ ആളുകൾ മനസ്സിലാക്കാറുണ്ട്. 11 മാസക്കാലം എല്ലാവിധ തോന്യാസങ്ങളും ചെയ്ത് ജീവിച്ച് ഒരു മാസം കൊണ്ടെല്ലാം അങ്ങ് പൊറപ്പിച്ച് കളയാനുള്ള ഒരു പരിപാടിയാണിത് എന്നതല്ല ഇത്തരം ഹദീസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാരോട് പറഞ്ഞു? ഇതാരാണ് കേട്ടത്? ഇസ്ലാമിന്റെ ആദ്യ ബാച്ചാണ്. ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ഖൈറുൽ ഉമ്മ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം ഇരിക്കുന്ന സദസ്സിൽ വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു 11 മാസക്കാലം ഏതെങ്കിലും വിധത്തിൽ ജീവിച്ച കുറച്ച് ആളുകളോടല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇസ്ലാമിൽ വിവിധ ഇബാദത്തുകളുണ്ട്. ആ ഇബാദത്തുകളിൽ ചിലതിനോട് ചിലർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും, ബാക്കി വേണ്ട എന്നല്ല. ചിലർക്ക് നമസ്കാരത്തിനോടാകും താല്പര്യം, ചിലർക്ക് നോമ്പിനോടാകും, ചിലർക്ക് ദാനധർമ്മങ്ങളോടാകും, ചിലർക്ക് ദിക്റുകളോടാകും. വ്യക്തികൾക്ക് പല വിധത്തിലുള്ള താല്പര്യങ്ങളാണ്, പല വിധത്തിലുള്ള അവസരങ്ങളാണ്, സാഹചര്യങ്ങളാണ് അള്ളാഹു കൊടുക്കുന്നത്. അതിലേത് തിരഞ്ഞെടുത്താലും അതിലൂടെ സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറന്നു വെച്ചിട്ടുണ്ട്. നിനക്ക് ഖുർആൻ ഓതിയിട്ട് പോകണോ, അങ്ങനെ പോകാം. നല്ലോണം നോമ്പ് നോച്ചിട്ട് പോകണോ, അങ്ങനെ പോകാം. അവർക്ക് സ്പെഷ്യലായി കവാടമുണ്ട്. ദാനധർമ്മത്തിലൂടെ പോകണോ, നിനക്ക് അങ്ങനെ പോകാം. തറാവീഹിലൂടെ പോകണോ, അങ്ങനെ പോകാം. ഏതെല്ലാം മാർഗേന പോകാമോ അങ്ങനെയൊക്കെ പോകാം. അള്ളാഹു സ്വീകരിക്കും. അതാണ് റമദാൻ മാസത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അഥവാ ചില സീസൺ കാലങ്ങളുണ്ടല്ലോ, ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്ന, സ്വർഗപ്രവേശനത്തിന് നിമിത്തമാകുന്ന വിധത്തിലുള്ള പ്രതിഫലം കിട്ടണം, പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം. ഇതാണല്ലോ വേണ്ടത് സ്വർഗത്തിൽ പോകാൻ. അത് നിങ്ങൾ ഏത് അമല് കൊണ്ട് വന്നാലും തന്നേക്കാം. അടക്കക്ക് 300 റുപ്യാണ്. അത് വെച്ച് കടം വീട്ടാനൊന്നും കഴിയില്ല ഒരു സാധാരണ കർഷകന്, കുറച്ചേ ഉള്ളൂ. പക്ഷെ ഒരു സീസണിൽ പറയുന്ന 3 ലക്ഷമാണ് കിലോക്ക്. എല്ലാ കടവും വീട്ട അടക്കമുണ്ട്. തേങ്ങക്കും അങ്ങനെ തന്നെ, കുരുമുളകിനും അങ്ങനെ തന്നെ. ഏത് കടവും വീട്ട എന്ന ഒരു പ്രഖ്യാപനം പോലെ. അതിലുപരി ഇതിന്റെ പ്രതിഫലം ഞാനേ കണക്കാക്കുന്നുള്ളൂ, വേറെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു നോമ്പും. ഇതെല്ലാം കൂടി ആകുമ്പോ നിങ്ങളുടെ സ്വർഗപ്രവേശനം ഉറപ്പിക്കാം എന്നാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ആ അർത്ഥത്തിൽ തന്നെ അതിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങളായി നമ്മൾ മാറിയാൽ മതി. അപ്പുറത്ത് തുറന്നു വച്ചിട്ടുണ്ട്. അതുപോലെ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള മുഴുവൻ സാഹചര്യങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇത് സമൂഹം ഒന്നിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നോമ്പാണ്, എല്ലാവരും ഒന്നിച്ചാണ് നോമ്പ് തുറക്കുന്നത്, എല്ലാവരും പള്ളിയിലാണ്, എല്ലാവർക്കും ഒരു തഖ്വയുള്ള മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ സമൂഹം മുഴുവനും ഇസ്ലാമുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ എല്ലാവരും കൂടി ഇസ്ലാമിലേക്ക് വരൂ. ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്, വേറെ ആരുടെ കയ്യിലും ഇല്ല. എന്താ ഫോൺ കൊണ്ട് ഉപകാരം? ആരെയാ വിളിക്കണമെങ്കിൽ എല്ലാവർക്കും ഫോണ് വേണ്ടേ? അതുപോലുള്ള ഒരു സാമൂഹിക സാഹചര്യം അനുകൂലമായി കിട്ടിയെങ്കിൽ മാത്രമേ വ്യക്തികൾക്കും ഉപകാരമുള്ളൂ. അപ്പൊ അതുപോലത്തെ അവസ്ഥ വിശുദ്ധ റമദാൻ മാസത്തിലുണ്ട്. എല്ലാവിധ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ആളുകളെ തടഞ്ഞു വെക്കുമാറുള്ള മാനസികാവസ്ഥയും സാമൂഹിക സാഹചര്യവുമുള്ള ഒരു പവിത്രമായ മാസമിത നിങ്ങളിലേക്ക് കടന്നു വരുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുക എന്ന ആഹ്വാനം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതാണ്. ഇത്തരം ഹദീസുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു വിളിയും, വനാദാ മുനാദിം ഫിസ്സമാ, ആകാശത്ത് നിന്നൊരാൾ വിളംബരം നടത്തും. അനൗൺസ്മെന്റ് എന്താ? കുല്ല ലൈലത്തിൻ യാ ത്വാലിബൽ ഖൈരി ഹലും, നന്മ ഉദ്ദേശിക്കുന്നവനെ വാ, നിന്റെ അവസരമാണ്. വയാ ത്വാലിബശ് ശർരി അംസിക്, ഇനി തിന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിർത്തൂ. ഇപ്പോഴും നിർത്തുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിർത്തുക? എല്ലാവിധ ദുസ്വഭാവങ്ങളും ഒഴിവാക്കി നന്നാകാൻ. ചില ആളുകൾക്ക് ഉണ്ടാകും പല രൂപത്തിലുള്ള ദുസ്വഭാവങ്ങളും. പലിശയുമായി ബന്ധപ്പെട്ടവരുണ്ടാകാം, അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ടവരുണ്ടാകാം, ഒരുപാട് തോന്നിവാസങ്ങളുമായി ബന്ധപ്പെട്ട പലരുമുണ്ടാകാം. ഒക്കെ നിർത്തുക എന്നിങ്ങനെ ദൈനംദിനം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാസം. ആ മാസമാണ് നമുക്ക് സമാഗതമാകുന്നത്. അള്ളാഹ് തന്നെ വിളിക്കുക, വസാരിഉ, നിങ്ങൾ വരൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിന്റെ മഗ്ഫിറത്ത് വേണോ, അള്ളൊക്കെ പുറത്തേറണോ, വരി. വജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് വരി. അള്ളാഹ് ക്ഷണിക്കുക. അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികൾക്ക് കണക്കെ വിശാലമായ, അത്രയും വിശാലമായ സ്വർഗം, ആ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അല്ലാഹു തആല വിളിക്കുന്നു. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് പണിത് വെച്ചതാണ്.
തഖ്വ ലഭിക്കുന്ന മാസം, തഖ്വ ഉണ്ടാകാൻ വേണ്ടി നോമ്പെടുക്കുന്ന മാസം, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അതിന് പ്രാക്ടീസ് ചെയ്യുന്ന ആ മാസം ഇതാ സമാഗതമാകുന്നു, നിങ്ങൾ വരൂ എന്ന് അള്ളാഹു തന്നെ ക്ഷണിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു വീക്ഷിക്കുമെന്ന ഓരോ മനുഷ്യന്റെയും പരിശ്രമം എങ്ങനെയുണ്ട് എന്ന് അള്ളാഹു നോക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് എത്ര കഴിയും എന്നറിയാവുന്ന അള്ളയാണ് നോക്കുന്നത്. അവന് റമദാനിന്റെ പരിശ്രമം എത്ര ചെയ്യാൻ കഴിയും, അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല, ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല, പരിപൂർണമായി ആ രംഗത്ത് അവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്തുന്ന നിലക്കുള്ള പ്രവർത്തനം അതുണ്ടാകണം. അതിനുവേണ്ടി അള്ളാഹ് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഇനി വല്ല ജാഗ്രത കുറവും നോമ്പിന് നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ, അതിന്റെ പ്രധാന കാരണം എന്താ? ഈ പറഞ്ഞതിലൊന്നും വലിയ വിശ്വാസമില്ല, ഈ പറഞ്ഞ ഓഫറുകളിലൊന്നും വലിയ വിശ്വാസമില്ല. അവർക്ക് റമദാൻ ഉപകരിക്കുകയില്ല. കാരണം നോമ്പ് നോൽക്കുന്നിടത്താകട്ടെ, ഖിയാമുൽ ലൈലിന്റെ ഇടത്താകട്ടെ, അതിന്റെ ഒക്കെ പ്രതിഫലം പറയുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈമാനം വഹ്തിസാബൻ, വിശ്വാസവും വേണം, കൂലി കിട്ടും എന്നുള്ള ഉറപ്പും വേണം. ഏത് കൂലി? ഈ പറഞ്ഞതൊക്കെ ലഭിക്കുമെന്ന ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ലഭിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരികയാണ്. അപ്പോ 11 മാസം എന്തുമാകാം, റമദാനിൽ മാത്രം നന്നായാൽ മതി എന്ന അവസ്ഥയില്ല. അത് പാടില്ല. നമ്മുടെ ആമാശയത്തിന് മാത്രം നോമ്പ് ഉണ്ടായാൽ പോരാ, അവയവങ്ങളെ കൊണ്ടൊക്കെ നോമ്പ് നോൽപ്പിക്കാൻ ഇപ്പൊ തന്നെ തീരുമാനിക്കണം. അതിലേറ്റവും വലിയ വില്ലൻ, നമ്മുടെ നോമ്പിനെ നശിപ്പിക്കുന്നത് നമ്മുടെ നാവാണ്. അല്ലാഹു തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ നമ്മളെ വിളിച്ചിട്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ ഖൗലുൻ സദീദ് പറയണം, നല്ല വർത്താനം പറയണം. ചീത്ത വർത്തമാനം പറയാനുള്ളതല്ല നാവ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യസ്തഖീമു ഈമാനു അബ്ദി, ഒരു മനുഷ്യന്റെ ഈമാൻ ശരിയാകില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവന്റെ ഹൃദയം നന്നാകുന്നത് വരെ, അത് ചൊവ്വാകുന്നത് വരെ. ഹൃദയം നേരെയായെങ്കിലേ ഈമാൻ നേരെയാവും. വലാ യസ്തഖീമു ഖൽബുഹു, അവന്റെ ഹൃദയം നേരെയാവുകയില്ല, ഹത്താ യസ്തഖീമ ലിസാനുഹു, അവന്റെ നാവ് നേരെയാകുന്നത് വരെ. നാവ് നേരെയായാലേ ഖൽബ് നേരെയാവും, ഖൽബ് നേരെയായാലേ ഈമാൻ റെഡിയാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ നേരെയാക്കേണ്ടത്, നോമ്പെടുപ്പിക്കേണ്ടത് നമ്മുടെ നാവിനെ കൊണ്ടാണ്. വളരെ ലാഘവത്തോടു കൂടി നമ്മൾ സംസാരിക്കുന്ന ചില വാക്കുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സഖത്തില്ല, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ചില വാക്കുകൾ ആളുകൾ സംസാരിക്കും. ലാ യുൽഖി ലഹാ ബാലൻ, അതിന് അത്ര വലിയ ഗൗരവമൊന്നും കണക്കാക്കുന്നില്ല. അതെന്താ സാധാരണ പറയുന്നതല്ലേ, യഹ്വി ബിഹാ ഫീ ജഹന്നം, അത് കാരണമായി മനുഷ്യൻ നരകത്തിലാകുന്നു. അതുകൊണ്ട് നമ്മുടെ സംസാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, അതിന് ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, പ്രതിഫലമുണ്ട്. ഇതെല്ലാമുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ സംസാരം എന്ന് മനസ്സിലാക്കിയിട്ട് നിർബന്ധമായും നാവിന് കടിഞ്ഞാണിടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് സൂറ ഇബ്രാഹിമിൽ നമുക്ക് കാണാൻ കഴിയും. അലം തറ കൈഫ ലറബല്ലാഹു മസലൻ, നീ കാണുന്നില്ലേ, അലം തറ കൈഫ ലറബല്ലാഹു മസലൻ, അല്ലാഹു എങ്ങനെയാണ് ഉപമ പറഞ്ഞു തരുന്നത്. അഥവാ കലിമത്തൻ തയ്യിബ, നല്ല വാക്ക്, നല്ല ഒരു വർത്തമാനം, കശജറത്തിൻ തയ്യിബ, അത് നല്ല ഒരു മരം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ മുരട് ഉറച്ചു നിൽക്കുന്നു, നല്ല താഴ്വേരുള്ളതാണത്. ഏത്? നമ്മൾ പറയുന്നത് സത്യസന്ധമായ ആശയം, സത്യസന്ധമായ വർത്തമാനം, അതാണെങ്കിൽ അതിന് ഒരുപാട് താഴ്വേരുണ്ട്. ആ വാക്കിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് പടർന്നു പന്തലിച്ചു കിടക്കും.
ഏത് സന്ദർഭത്തിലും അതിന്റെ ഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ബിഇദ്നി റബ്ബിഹ, റബ്ബിന്റെ അനുമതി പ്രകാരം. ഇനിയോ വയളിരിബുല്ലാഹുൽ, അതുപോലെ തന്നെ അള്ളാഹു പറയുന്നു, ചീത്ത സംസാരമാണെങ്കിലോ ആ ചീത്ത സംസാരം തികച്ചും ഭൂമുഖത്ത് അടിവേരില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന മഴയത്തൊക്കെ വളരുന്ന ചിലതുണ്ടല്ലോ, അതുപോലെയാണ്, അതിന് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ അള്ളാഹു നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഖൂലു ഖൗലൻ സദീദൻ, നിങ്ങൾ സദീദ് പറയണം. എന്താ സദീദ്? എന്താണ് സദീദ്? തഫ്സീറുകളിൽ നമുക്ക് കാണാം, ഹഖാണ് സദീദ്, സത്യമായിരിക്കണം. എന്താണ് സത്യം? എന്താണ് സത്യം? ഭൗതികമായ സത്യമുണ്ട്, ആത്മീയമായ സത്യമുണ്ട്. ഈ പ്രകൃതി, അള്ളാഹു ഉണ്ടാക്കിയ ഈ പ്രകൃതി, ആകാശം, ഭൂമി, ഇതിലുള്ള വസ്തുതകൾ, ഇത് സത്യാണ്. ഈ സത്യം നമുക്ക് പറയാം. ഇനി ഗൈബിയായ കാര്യങ്ങളാണോ, മറഞ്ഞ കാര്യങ്ങളാണോ, ആത്മീയ വിഷയങ്ങളാണോ, അതിലുണ്ട് സത്യം. ആ സത്യം സമാവിയായ ആകാശത്ത് നിന്ന് അള്ളാഹു വഹയിലൂടെ പറഞ്ഞ സത്യമാണ്. അപ്പൊ ഭൗതികമായാലും സത്യമേ പറയാവൂ, ആത്മീയമായാലും സത്യമേ പറയാവൂ. സത്യത്തിനെ നിലനിൽപ്പുള്ളൂ. ചില ആളുകൾ അവരുടെ ജൽപ്പനങ്ങൾ പറയും, ശാസ്ത്രീയമായി തന്നെ. ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ കണ്ടുപിടിച്ച ചില സിദ്ധാന്തങ്ങൾ, വാസ്തവ വിരുദ്ധമായ ചില സിദ്ധാന്തങ്ങൾ, അവരത് പറയുന്ന കാലത്ത് ആളുകൾ വളരെ പർവ്വതീകരിക്കും. വലിയ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരം അതിന് കിട്ടും. പക്ഷെ പിൽക്കാലത്ത് അതിന് വിപരീതമായി കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോ കൃത്യമായി ബോധ്യപ്പെടും, അതൊന്നും ഒരു നിലനിൽപ്പുള്ള കാര്യമല്ല, എല്ലാം ബാത്തിലായി പോയി. അപ്പോ അസത്യം മുഴുവനും ബാത്തിലാകാനുള്ളതാണ്. അത് പ്രകൃതിപരമാണെങ്കിലും ആത്മീയപരമാണെങ്കിലും നിലനിൽപ്പുണ്ടാകണമെങ്കിൽ, അടിവേരുണ്ടാകണമെങ്കിൽ അത് ഹക്കായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഹക്കേ പറയാവൂ. ഹക്ക് സാബിത്താണ്, ഉറച്ചു നിൽക്കുന്നതാണ്. ബാത്തിലോ അത് നീങ്ങിപ്പോകുന്നതാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നില്ലേ, ജാഅൽ ഹഖ്, ഹക്ക് വരും, അതാണ് സ്ഥിരപ്പെടുക, അതാണ് നിലനിൽക്കുക. വസഹഖൽ ബാത്തിൽ, ബാത്തിൽ നീങ്ങിപ്പോകുന്നതാണ്. ഇന്നൽ ബാത്തില കാന സഹൂഖ, ബാത്തിൽ നീങ്ങിപ്പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിലും കളവ് പറയരുത്. കളവ് നിഫാഖിന്റെ ലക്ഷണമാണ്. കളവിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് നിഫാഖ്. നിഫാഖിന്റെ ഏറ്റവും വലിയ അടയാളം തന്നെ ഇദാ തഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും എന്നതാണ്. അതുകൊണ്ട് സത്യത്തിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ക്ഷണിക്കുന്നു. അത് ആദർശപരമാണെങ്കിലും നമുക്കറിയാം, ശിർക്കിനോട് അള്ളാഹു ചേർത്ത് വെച്ച് പറയുന്നത് വജ്തനിബുർ റിജ്സ, നിങ്ങൾ വിഗ്രഹങ്ങളാകുന്ന മാലിന്യം ഒഴിവാക്കണം. വജ്തനിബു ഖൗലസ്സൂർ, നിങ്ങൾ കളവ് ഒഴിവാക്കണം. മുശ്രിക്കുകൾ പറഞ്ഞ ഏറ്റവും വലിയ കളവ് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലാ ശരീകൻ ഹുവ ലക്, നിനക്ക് ചില പങ്കുകാരുണ്ട്, അവരും അവരുടെ അധീനത്തിലുള്ളതും നിന്റേതാണ് എന്ന് പറഞ്ഞ അവരുടെ ജൽപ്പനങ്ങൾ, അവരുടെ ചില തെറ്റായ സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളെ എതിർത്തുകൊണ്ട് അല്ലാഹു തആല ഇറക്കിയ ആയത്താണിത് എന്ന് മുഫസ്സിറുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ശിർക്ക് ഒഴിവാക്കണം, നിങ്ങൾ കളവ് ഒഴിവാക്കണം. ആദർശ രംഗത്താകട്ടെ നിത്യജീവിതത്തിലാകട്ടെ ഒരു കാരണവശാലും കളവ് പറയാൻ പാടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഗീബത്ത് പറഞ്ഞ ആരാന്റെ മാംസം തിന്നുന്നവന്റെ നോമ്പില്ല. അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അതുപോലെ പലതും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്.
നാവ് കൊണ്ട് ദീനിന് കുഴപ്പം, നാവ് കൊണ്ട് സമൂഹത്തിന് കുഴപ്പം, ദീനീ പ്രവർത്തനത്തിന് തടസ്സം. അതിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന നാവളക്കുന്ന ആളുകളുണ്ട്. അവര് നോമ്പ് വെച്ചിട്ട് കാര്യമില്ല, അവരുടെ നോമ്പിന് പ്രതിഫലമില്ല. ആരാണോ കള്ളസാക്ഷ്യം പറയുന്നത് അവനും നോമ്പില്ല. ആരാണോ അവന്റെ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കാതെ മോശമായ സ്വഭാവത്തോടു കൂടി തന്നെ നോമ്പ് വലിക്കുന്നത് അവന്റെ നോമ്പും യഥാർത്ഥത്തിൽ നോമ്പല്ല. അതുകൊണ്ട് തന്നെ നോമ്പുകാരന് മാത്രം കടക്കാനുള്ള ഒരു റയ്യാൻ കവാടമുണ്ട്. ആ കവാടം ആ നോമ്പിന്റെ വാതിലുണ്ടല്ലോ, അത് നമുക്ക് വേണം. അതുകൊണ്ട് നോമ്പിന്റെ വാതിലിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയുള്ള പരിശ്രമം അതാണ് ഉണ്ടാകേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പള്ളിയിലാണ് ഉള്ളത്. പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വീടാണ്. ബൈത്തുല്ലാഹ് എന്നാണ് പറയുക. മസ്ജിദ്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭവനം, വളരെ പവിത്രമാണ്. നമുക്കറിയാം, സൂറത്തുൻ നൂറിൽ അള്ളാഹു പറയുന്നത്, അള്ളാഹുവിൻ്റെ വെളിച്ചം പറയുന്നിടത്ത് അള്ളാഹു നൂറുസ് സമാവാത്ത്, ആകാശഭൂമികളുടെ വെളിച്ചമാണ് റബ്ബ്, അത് വിളക്ക് മാടത്തിലാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിവരിച്ചിട്ട് അല്ലാഹു തആല ആ വിളക്ക് മാടവും വെളിച്ചവും എവിടെയാണുള്ളത് എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹാ ഇസ്മുഹു. അത് കൊണ്ടുവച്ചിട്ടുള്ളത് ചില ഭവനങ്ങളിലാണ്. ആ ഭവനങ്ങൾ പണിയണമെന്നത് അള്ളാഹുവിന്റെ ഉത്തരവാണ്. അള്ളാഹുവിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുഅ്മിനീങ്ങൾ നെഞ്ചേറ്റിയിട്ട് ഭൂമിയിൽ അത് പണിതു വെക്കുന്നതാണ് പള്ളികൾ. വയുദ്കറ ഫീഹാ ഇസ്മുഹു, അതിൽ വെച്ച് അള്ളാഹുവിനെ സ്മരിക്കപ്പെടണം എന്നും അള്ളാഹുവിന്റെ ഉത്തരവാണ്. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കാൻ ഭൂമിയിൽ പണിതു വെച്ച വീടാണ് അള്ളാഹുവിന്റെ പള്ളികൾ എന്ന ഉത്തമമായ ബോധമുള്ളത് കൊണ്ടാണ് നമ്മൾ പള്ളിയുമായി ബന്ധപ്പെടുന്നതും അതിൽ ഇഅ്തികാഫിരിക്കുന്നതും പള്ളിയെ ബഹുമാനിക്കുന്നതും സാധാരണ കെട്ടിടം പോലെ കാണാത്തതും. പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മര്യാദകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അഹബ്ബുൽ ബുഖാഇ ഇലല്ലാഹി മസാജിദുഹാ. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പള്ളിയാണ്. നമ്മെ പള്ളി കാണാനാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ പള്ളിയിൽ വരുന്നതും പള്ളിയിലിരിക്കുന്നതും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതുമാണ് അള്ളാഹുവിന് ഇഷ്ടം. അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ആളുകൾ മഹ്ശറയിലെത്തിയാൽ അവർക്ക് അള്ളാഹു അവന്റെ അർശിന്റെ തണല് കൊടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ പള്ളിയുടെ മര്യാദകൾ പാലിക്കുക എന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നത്തഖിദൽ മസാജിദ ഫീ ദിയാരിനാ. വീട്ടിൽ ഒരുപാട് റൂമുകൾ ഉണ്ടാകും. ആ റൂമുകളിൽപ്പെട്ട ഒരു റൂം അത് മസ്ജിദായി, നിസ്കരിക്കാനുള്ള സ്ഥലമായി ഉപയോഗിക്കാൻ ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നു. ആ കൽപ്പനയോടൊപ്പം വഅമറനാ അൻ നുനദ്ദിഫഹാ, അതിനെ വൃത്തിയിൽ കൊണ്ട് നടക്കണം എന്ന് കൽപ്പിക്കാറുണ്ടായിരുന്നു.
വീട്ടിൽ നമസ്കരിക്കാനുള്ള ഒരു സ്ഥലം. ആ സ്ഥലം മറ്റു സ്ഥലം പോലെയല്ല, ഒരു പ്രത്യേക വൃത്തിയും അടുക്കും ചിട്ടയും. ചില റിവായത്തുകളിൽ കാണാം നല്ല സുഗന്ധം ഉപയോഗിക്കുക, ആര് വന്നാലും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുപോലെ ദുർഗന്ധമുള്ള ഒരവസ്ഥയിലും പള്ളിയിലേക്ക് വരരുത്. ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായി കാണാൻ കഴിയും. ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനോട് ആളുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളം തലമുറയെ പള്ളിയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെ പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ചെറിയ കുട്ടികളെയും പള്ളിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നാൽ പാടില്ല എന്ന് പറയാനോ ഒന്നും പാടില്ല. കാരണം അവരാണ് വരും തലമുറയായി പള്ളി പരിപാലിച്ചു കൊണ്ടിരിക്കേണ്ടത്. പക്ഷേ റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് നോമ്പ് തുറക്കൊക്കെ ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയ മക്കൾ പള്ളിയിൽ വന്നാൽ മൂത്രയിക്കാനൊക്കെ സാധ്യതയുണ്ട്, പള്ളി വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. ഗൗരവത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും അതിന്റെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയും അള്ളാഹുവിന്റെ വീടാണ് എന്ന ഓർമ്മയോടുകൂടിയും അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. സാധാരണ കെട്ടിടമല്ല, അള്ളാഹിന്റെ വീടാണ് എന്ന ഓർമ്മ വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നല്ല നോമ്പുകാരായി, നീ ഇഷ്ടപ്പെടുന്ന നോമ്പുകാരായി സ്വീകരിക്കണേ റഹ്മാനെ. റമദാൻ സ്വീകരിക്കാൻ, നീ പൊരുത്തപ്പെടുന്ന വിധത്തിൽ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നോമ്പ് നോൽക്കാൻ ആരോഗ്യം നൽകണേ റഹ്മാനെ. ഖിയാമുൽ ലൈലിൽ ആരോഗ്യം നൽകണേ റഹ്മാനെ. പോരായ്മകളെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ നിന്റെ കൽപ്പന അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമദാൻ ഞങ്ങൾക്ക് ആത്മീയമായി നേട്ടമുണ്ടാക്കുന്ന റമദാനായി നീ പരിവർത്തനപ്പെടുത്തണേ റഹ്മാനെ. റമദാനിന്റെ ഹുർമത്തിന് നിരക്കാത്ത വല്ലതും ചെയ്തു പോകുന്നതിനെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഈമാനോടുകൂടെ നല്ല ഒരു റമദാൻ കൊണ്ടാടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ആളുകളുടെ ഖബറിടം സ്വർഗമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.